ഹായ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഞാൻ രാവിലെ എണീറ്റ് 4 മണിക്ക് എണീറ്റു. ചായ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഒരു ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ്. ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരൻ്റെ മകനെ, ഇളയ മകനെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ പോകുന്നത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കാം, നമ്മുടെ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ താണ്ടെ വീട്ടിൽ യാത്ര തിരിച്ചു. നമ്മൾ ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, പനച്ചിക്കാട്, അങ്ങനെ അതാണ് റൂട്ട്, നമ്മുടെ റൂട്ട്. കോട്ടയം ജില്ലയിലാണിത്. അതുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു. അപ്പം ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, നമ്മൾ തെക്കിൻ്റെ മൂകാംബിക എന്നർത്ഥം വരുന്ന ദക്ഷിണ മൂകാംബിക എന്നാണ് ഇതറിയപ്പെടുന്നത്. അതായത് മൂകാംബിക ദേവിയുടെ സാന്നിധ്യം ഇവിടെ കുടികൊള്ളുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലെത്തി. ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഇതാണ് ഫ്രണ്ട് ഗോപുരം കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഗോപുരമാണ്. താപ്പോട്ട് നല്ല സ്റ്റെയർ ഉണ്ട്, നല്ല കുത്തനെ കിടക്കുന്ന സ്റ്റെയറാണ്. അപ്പോൾ പതുക്കെ രണ്ട് വശത്തും കൈവരിയുണ്ട്. നമ്മൾ അതിലേക്കൂടെ പിടിച്ച് വേണം താഴോട്ടിറങ്ങാൻ. നല്ല ശ്രദ്ധിച്ച് വേണം താഴോട്ടിറങ്ങാൻ. നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണേ. ഇവിടെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണേ. എങ്കിലും സരസ്വതി ക്ഷേത്രത്തിനാണ് പ്രാധാന്യം. കാര്യം കുഞ്ഞുങ്ങളെയൊക്കെ എഴുത്തിനിരുത്താൻ മിക്കവാറും എല്ലാ ദിവസവും രാവിലെ ഇവിടെ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നതാണ്. 10 മണിക്ക് മുമ്പ് അവിടെ നമ്മൾ എത്തണം. 10 മണി വരെ ഉള്ളൂ അവിടെ സമയം, മക്കളെ എഴുത്തിനിരുത്തുന്ന സമയം എന്ന് പറയുന്നത്. എൻ്റെ 2 മക്കളെയും പിന്നെ സഹോദരൻ്റെ മൂത്ത മോനെയും, അവർ 3 പേരും അവിടെയാണ് എഴുത്തിനിരുത്തിയത്, അവരെ 3 പേരെയും കേട്ടോ. അപ്പം നിങ്ങളെ ഞാൻ അറിയിപ്പിച്ചിട്ടുണ്ട് അതും. അങ്ങനെ എല്ലാവരും സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സരസ്വതി ക്ഷേത്രമാണ് പ്രാധാന്യമെങ്കിലും ഇവിടെ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠയെന്ന് ഞാൻ പറഞ്ഞല്ലോ. സരസ്വതി പൂജയ്ക്ക് പ്രശസ്തമാണ് ഈ ക്ഷേത്രം കേട്ടോ. പിന്നെ നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം നമ്മുടെ അറിവിൻ്റെയും കലയുടെയും ജ്ഞാനത്തിൻ്റെയും ഭഗവതിയാണല്ലോ സരസ്വതി ദേവി എന്ന് പറയുന്നത്. പിന്നെ ഈ അമ്പലത്തിൽ ചുറ്റും നല്ല ഒത്തിരി നടന്ന് കാണാൻ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അമ്പലം എന്ന് പറയുന്നത് ഈ പ്രധാന പ്രതിഷ്ഠയായ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ. ഇതങ്ങ് മറ്റേ സരസ്വതി ദേവി ഇരിക്കുന്ന അതിൻ്റെ താഴെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ 1-ാം തീയതിയാണേ പോകുന്നത്, ചിങ്ങം 1-ാം തീയതി. അധികം ആളുകളൊന്നുമില്ല, എന്നാലും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ഒരു കുഴിയുടെ ഉള്ളിൽ വെള്ളത്തിലാണ് ആ സരസ്വതി ദേവി മുങ്ങിക്കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠ കാണാൻ കഴിയത്തില്ല. നമ്മുടെ കാട്ടുവള്ളികൾ പടർന്ന് കിടക്കുന്നത് കൊണ്ട് പ്രതിഷ്ഠ പൂർണ്ണമായും മറഞ്ഞിരിക്കുകയാണ്. വള്ളിപ്പടർപ്പുകളാണ് കൂടുതലും. അപ്പോൾ നമുക്ക് വ്യക്തമായി ദേവിയെ കാണാൻ പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടോ. അതാണ് ക്ഷേത്രം, കണ്ടില്ലേ. അപ്പം മലമുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ഒരു നീർച്ചാലിൽ നിന്നാണ് ഈ കുഴിയിലേക്ക് വെള്ളം ലഭിക്കുക എന്നാണ് പറയുന്നത്. ഇത് എന്നിട്ട് കിഴക്കോട്ട് ഒഴുകി ഒടുവിലൊരു നദിയിൽ ലയിക്കുന്നു എന്നാണ് ഐതിഹ്യം. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഇതാണ് മകൻ, സഹോദരൻ്റെ ഇളയ മകൻ. അപ്പോൾ ക്യൂ നിന്നാണ് നമ്മൾ കയറി കേട്ടോ. ക്യൂ നിൽക്കണം പിള്ളേരെ എഴുത്തിനിരുത്തുന്നതിന്. റെസിപ്റ്റൊക്കെ എഴുതി അങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ നവരാത്രി ഉത്സവമാണ് കേട്ടോ. നമ്മൾ എഴുത്തിനിരുത്തിയിട്ട് അതിൻ്റെ മുകളിൽ കയറി മണ്ണിനകത്ത് ഹരിശ്രീയൊക്കെ എഴുതാം. അത് നിങ്ങളെ ഞാൻ വഴിയെ കാണിക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ആൾക്കാർ നിൽക്കുന്ന കണ്ടില്ലേ. ഞങ്ങൾ അവിടെ മേളിൽ കയറിയിരുന്നു. സഹോദരനാണത്, മറ്റേത് നാത്തൂനറിയാമല്ലോ, അമ്മ. അവനെ അടുത്ത ഊഴം അവൻ്റെയാണ്. ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാണ് അയാളെ എഴുത്തിനിരുത്താൻ. കൊണ്ടിരുത്തിയിട്ടുണ്ട്. വന്നിരിക്കുകയുണ്ടോ. തിരുമേനി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അയാളോട്. എഴുതട്ടെ. എഴുതി പഠിക്കുന്ന അച്ഛൻ നീ ഒന്ന് കാണിക്കണേ. നിങ്ങളെല്ലാം പറയണേ. എഴുതാൻ പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോകണ്ടോ ബാഗും ബുക്കൊക്കെ മേടിച്ച്. ഓം ഹരി ശ്രീ ഇവിടെ നോക്കിയേ. നമ. ഇനി ആ മണലിൽ എഴുതിക്കണം, എല്ലായിടത്തും മേടിച്ചു കൊടുക്കണം.
എല്ലാ കൊല്ലം തൊഴിക്കും, എല്ലാ കൊല്ലം നെയ്യ് കൊടുക്കുകയും ചെയ്യുന്നു കേട്ടോ. എവിടെ നിങ്ങൾ വരുന്നത്? വർഷത്തിൽ ഒരു പ്രാവശ്യം കൊണ്ട് തൊഴിക്കണം. എടുത്തെടുത്ത് അപ്പൂസ ആ അങ്ങനെ നമ്മൾ നടയം തിരിച്ച് കയറിയിട്ടുണ്ട്. ദാണ്ടെ നമ്മൾ അവിടെ ഒരു ദേവിയുടെ ഒരു തടിയിൽ കുത്തി വെച്ചേക്കുന്ന ഒരു പ്രതിമ പോലെ ഉണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയാണ് കാണാൻ. ദാണ്ടെ എന്നിട്ട് എല്ലാവരും തൊഴുതിന് ശേഷം ആണ് അവിടെ യക്ഷിയമ്മയുടെ നടയുണ്ട്. അവിടെ ഉപദേവങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ശിവനും അയ്യപ്പനും ഗണപതിയും യക്ഷിയമ്മയും അതുകൊണ്ട് അങ്ങോട്ട് അകത്തോട്ട് കയറി പോകണം യക്ഷിയമ്മയുടെ അടുത്തേക്ക്. അവിടെയും തൊഴുത് ഞങ്ങൾ നാട് തിരിച്ച് കയറുകയാണ്. ആ സ്റ്റെപ്പ് തിരിച്ച് കയറി വരണം. കൈവരി പിടിച്ച് വേണം നടക്കാൻ. പ്രായമുള്ളവരെ കൊണ്ട് പോകുന്ന വലിയ റിസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് കയറി വരികയാണ്. കണ്ടോ, പിള്ളേരൊക്കെ ഓടിയങ്ങ് കയറും. പ്രായമുള്ളവർക്ക് വരാൻ ഇച്ചിരി പാടാണ്. എൻ്റെ അമ്മയും മാളുവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പതുക്കെ കയറി വരുന്നത്. ഇന്ന് മഴയും ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് മഴയായിരുന്നേ, ശക്തമായ മഴ. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ മഴയില്ലായിരുന്നു. കണ്ടോ, എല്ലാവരും പതുക്കെ കയറി. കണ്ടോ, മോൻ കയറി ഇരുന്നുണ്ടോ. അവനും നടക്കണം, സ്റ്റെപ്പ് കയറണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ അവനും കയറി വരികയാണ്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി കണ്ട് ശരവണ ഭവൻ കയറി. എല്ലാവരും മസാല ദോശ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വെട്ടിക്കോട് ക്ഷേത്രത്തിലും കയറി. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.